അതിൽ മഞ്ജു ഘോഷ എന്ന അപ്സര സ്ത്രീക്ക് മഹർഷിയിൽ അനുരാഗമുണ്ടാവുകയും കാമദേവന്റെ സഹായത്തോടെ അദ്ദേഹത്തെ സമീപിക്കുകയും ചെയ്തു. മഹർഷിയും മഞ്ജു ഘോഷയിൽ പ്രണയം തോന്നുകയും അവർ ഒരുമിച്ച് ജീവിക്കുവാനും തുടങ്ങി. മഹർഷിയുടെ എല്ലാ ദൈവികതയും യോഗശക്തിയും നഷ്ടപ്പെട്ടു എന്നറിഞ്ഞ് മഞ്ജു ഘോഷ അദ്ദേഹത്തെ വിട്ടുപോകാൻ ആഗ്രഹിച്ചു. മഹർഷി വിചാരിച്ചത് ഒരു ദിവസമാണ് താൻ മഞ്ജു ഘോഷയോടൊപ്പം താമസിച്ചത് എന്നാണ്. പക്ഷേ അവർ ഒരുമിച്ച് 57 വർഷവും 9 മാസവും 3 ദിവസവും ഒരുമിച്ച് താമസിച്ചിരുന്നു. അത്രയും കാലം കേളികളാടി അവർ സസന്തോഷം ജീവിച്ചു. തൻ്റെ എല്ലാ ദൈവികതയും നഷ്ടപ്പെട്ടു എന്നറിഞ്ഞ മഹർഷി മഞ്ജു ഘോഷയെ ശപിക്കുന്നു. അവൾ ഒരു പിശാചായി തീരട്ടെ എന്ന് മഹർഷി ശപിച്ചു. അപ്പോൾ മഞ്ജു ഘോഷ അദ്ദേഹത്തോട് ചോദിച്ചു, ഞാൻ അങ്ങയോടൊപ്പം ഇത്രയും കാലം ജീവിച്ചിട്ടും എനിക്ക് ഒരു പിശാചായി മാറുകയല്ലേ ഞാൻ ചെയ്തത്? അത് അങ്ങേക്കു നാണക്കേട് ഉണ്ടാക്കുന്നതല്ലേ എന്ന്. അപ്പോൾ അതിൽ നിന്ന് മുക്തി നേടാനായി മഹർഷി പാപമോചിനി ഏകാദശി നോക്കുവാൻ അവളോട് പറഞ്ഞു. പിന്നീട് അദ്ദേഹം ച്യവന മഹർഷിയെ കണ്ടു.